ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ ടി വി അതുപോലെ സ്പീക്കർ ഹോം തിയേറ്റർ അതുപോലെ ബ്ലൂടൂത്ത് സ്പീക്കർ ഇതിൻ്റെയൊക്കെ സ്പീക്കർ ഇങ്ങനെ ബ്രേക്ക് അത് സൗണ്ട് ബ്രേക്കായി പോവുക അല്ലെങ്കിൽ നോയ്സ് വരിക അങ്ങനെയുള്ള കംപ്ലൈൻറ്റുകൾ എങ്ങനെ നമുക്ക് വളരെ കുറഞ്ഞ ചെലവിൽ പരിഹരിക്കുക എന്നുള്ളതാണ്. ഇതൊരു ഇംപെക്സിൻ്റെ ടി വിയാണ് 50 ഇഞ്ച്. ഇതിൻ്റെ സൗണ്ട് വളരെ കുറവും അതുപോലെ ഇങ്ങനെ പൊട്ടിപ്പോകുന്ന ശബ്ദം പോലെയാണ്. നമുക്കൊന്ന് കേട്ട് നോക്കാം കംപ്ലൈൻറ്റ് ആദ്യം. നിങ്ങൾക്ക് കേട്ടപ്പോൾ മനസ്സിലാക്കാണ് സൗണ്ട് വളരെ പൊട്ടിപ്പോകുന്ന ശബ്ദമാണ്. ഇപ്പോൾ നിങ്ങൾക്കൂടെ കാണാം സ്പീക്കറെല്ലാം പൊട്ടിയിട്ടുണ്ട്, അതിൻ്റെ ഡയഫറൊക്കെ പൊട്ടിയിട്ടുണ്ട്. മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇംപെക്സ് ഗ്ലോറിയ 58ൻ്റെ സ്പീക്കർ മാറുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ അത് മാറുകയല്ല, പകരം അതൊരു ഫെവി ബോണ്ട് വെച്ചത് നമ്മൾ ഒട്ടിക്കാൻ പോവാണ്. അതായത് ആ പൊട്ടിയിരിക്കുന്ന ഡയഫറം മാത്രം നമ്മൾ ജസ്റ്റ് ഒട്ടിക്കാൻ പോവാണ്. അപ്പോൾ ചിലർക്കെങ്കിലും തോന്നുമായിരിക്കാം ഇത് ഒട്ടിച്ച് കഴിഞ്ഞാൽ ലൈഫ് കിട്ടുമോ അതോ പണ്ടത്തെ ഒരു പെർഫോമൻസ് കിട്ടുമോ, സ്പീക്കർ മാറുന്നതല്ലേ നല്ലതെന്നൊക്കെ. അപ്പോൾ ഇത് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നമുക്ക് ആ സ്പീക്കർ കിട്ടാൻ ഡിലേ വരുമ്പോഴോ അല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് റയർ ആയിട്ടുള്ള മോഡൽ സ്പീക്കറൊക്കെ ആണെങ്കിൽ നമുക്ക് അത് തൽക്കാലം ഇത്തരത്തിലൊരു മെത്തേഡ് ഉപയോഗിച്ച് കുറച്ചധികം നാൾ കൂടെ വർക്ക് ചെയ്യിക്കുക എന്നുള്ള മാത്രമാണ് ശരിക്കുള്ള പ്രോപ്പർ സൊല്യൂഷൻ. ആ സ്പീക്കർ മാറുക എന്നുള്ളത് തന്നെയാണ്. ഇവിടെ നമ്മളതിൻ്റെ സ്പീക്കർ അഴിച്ചെടുത്ത് അതൊന്ന് നോക്കുകയാണ്, റെക്ടിഫൈ നോക്കുകയാണ്. പിന്നെ മറ്റൊരു കാര്യം, ഒരുപാട് ഹോള് അതായത് വലിയ രീതിയിൽ പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നമുക്ക് ഈ ഫെവി ബോണ്ട് വെച്ച് ചെയ്യാൻ പറ്റില്ല. ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മൾ അതായത് ചെറുതായിട്ട് മാത്രമേ അത് പൊട്ടിയിട്ടുള്ളൂ. രണ്ടും സ്പീക്കർ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഫെവി ബോണ്ട് ഉപയോഗിച്ച് അതിൻ്റെ പൊട്ടിയിരിക്കുന്ന ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ഈ ഫെവി ബോണ്ട് ഫില്ല് ചെയ്യാൻ പോവാണ്. ഫെവി ബോണ്ടിന് വരുന്ന 50 രൂപ മാത്രമേ വരുന്നുള്ളൂ. അത് 50 ml ആണ് ഇതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. 50 രൂപ വരുന്നുള്ളൂ ഈ സാധനത്തിന്. അപ്പോൾ നിങ്ങളത് എല്ലാ സ്പീക്കറിലും ഇത്തരത്തിൽ ചെയ്യാൻ പറ്റുമോ ചോദിച്ചാൽ പോസിബിൾ അല്ല. കാരണം അതായത് ഒരുപാട് സൗണ്ട് ഔട്ട്പുട്ടുള്ള സ്പീക്കറിൽ ഇത്തരത്തിൽ ചെയ്താലും പ്രയോജനം ഉണ്ടാവില്ല. അത് വീണ്ടും സൗണ്ടിനെ ഒരുപാട് ബാധിക്കുകയും അതുപോലെ അത് പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് വളരെ കൂടുതലാണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ടി വി അതുപോലെ ചെറിയ എക്യുപ്മെൻറ്റ്സിൻ്റെ സ്പീക്കറിലാണ് കൂടുതൽ ഇത് ചെയ്യുക. ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് കുറച്ചാണെങ്കിലും ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കും ഇത് ഇത്ര വൃത്തിയൊന്നുമില്ലല്ലോ, അല്ലെങ്കിൽ ഇത് ശരിക്കും പോസിബിൾ ആണോ എന്നൊക്കെ തോന്നുമായിരിക്കും ചിലർക്കെങ്കിലും. പക്ഷേ നമ്മളത് ചെക്ക് ചെയ്ത് നോക്കി റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വലിയ സൈസ് കൂടിയ ടി വികളിൽ നിങ്ങളത് അഴിച്ച് ഇത് ചെയ്യണമെന്നില്ല. ഇത് വീഡിയോയുടെ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്ക് കിട്ടാതെ വരുമ്പോഴോ അല്ലെങ്കിൽ ആ മോഡലുകൾ അവൈലബിൾ അല്ലാതെ വരുമ്പോഴോ അല്ലെങ്കിൽ ഡിലേ വരുമ്പോഴൊക്കെ ഇത്തരത്തിൽ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് കുറച്ച് നാൾ നമുക്ക് റൺ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ചിലപ്പോൾ അതിൽ കൂടുതൽ ലൈഫും കിട്ടിയേക്കാം. അപ്പോൾ ആ ഒരു ഉദ്ദേശം മാത്രമാണ് ഈ വീഡിയോയിലുള്ളത്. അല്ലാതെ എല്ലാ സ്പീക്കറും ഇത്തരത്തിൽ ചെയ്യണമെന്ന് ഒരിക്കലും നമ്മൾ റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങൾക്ക് കൂടെ കാണാം 2 സ്പീക്കറിലും അത് നമ്മൾ ഫെവി ബോണ്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതൊന്ന് നന്നായിട്ട് ഡ്രൈ ആവാനൊന്ന് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം അത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ആ ഒരു ഫെവി ബോണ്ട് ഒരു റബ്ബറിൻ്റെ എഫക്റ്റിൻ്റെ നമുക്ക് അല്ലെങ്കിൽ ആ ഒരു ഡയഫ്രത്തിൻ്റെ എഫക്റ്റിൻ്റെ നമുക്ക് തരുന്നതാണ്. പക്ഷേ ചെറിയ രീതിയിൽ സൗണ്ട് കുറവും അതായത് ബേസ് കുറവായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ എങ്കിലും ആ ഒരു സൗണ്ട് ബ്രേക്കേജിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഡിസ്റ്റർബൻസ് വളരെ നന്നായിട്ട് കുറഞ്ഞു കാണും. അതുപോലെ ഈ ഫെവി ബോണ്ട് തന്നെ കുറച്ച് ഹാർഡായിട്ടുള്ളതാണ്. അതായത് അതിന് മുമ്പുണ്ടായിരുന്ന ആ റബ്ബറിൻ്റെ അത്ര ഹാർഡല്ലെങ്കിലും ഒരു പരിധി വരെയൊക്കെ നമുക്ക് അതിൻ്റെ ഒരു പ്രശ്നം പരിഹരിക്കുന്നതുകൊണ്ട് പറ്റും. അപ്പോൾ എല്ലാ സ്പീക്കറിലും ഇത്തരത്തിൽ ചെയ്യാൻ പറ്റുമോ വെച്ചാൽ പറ്റില്ല. കാരണം നമ്മൾ ആളിൽ പറഞ്ഞു കഴിഞ്ഞു, ചെറിയ സ്പീക്കർ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് സ്പീക്കർ അങ്ങനെ ചെറിയ സ്പീക്കറിലെല്ലാം നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാം. അപ്പോൾ നമ്മളെല്ലാം ഫിക്സ് ചെയ്ത് ഒന്ന് ടി വി ഒന്ന് ഓൺ ചെയ്ത് നോക്കുകയാണ്. ഇത് ടി വി എന്നല്ല, എല്ലാ സ്പീക്കർ ഉള്ള എല്ലാം എക്യുപ്മെൻറ്റ്സിൽ ഇത്തരത്തിൽ ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ നമ്മളെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. ശേഷം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ഇൻപുട്ടൊക്കെ കൊടുത്ത് ജസ്റ്റ് ഒരു വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇത്തരത്തിലുള്ള യൂസ്ഫുൾ വീഡിയോസിനായി ബെല്ലൈക്കൺ കൊണ്ട് പ്രസ് ചെയ്തേക്കാം. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഹാവ് എ നൈസ് ഡേ. അടുത്തോരമ്പലം വേണം, ആലിന്നു ചേർന്നൊരു കുളവും വേണം.